ആളുകളെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അമ്മേന്റെ കുറെ പാത്രങ്ങൾ അടുക്കളയിൽ നിന്ന് കാണാണ്ടാവലുണ്ടായിരുന്നു. പാത്രത്തിൽ ഡ്രം ചെയ്യണത് അമ്മക്ക് ഭയങ്കര ഇറിറ്റേറ്റിങ്ങും പിന്നെ പപ്പ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഡ്രം കവേഴ്സിൽ ഐഡിയ അധികം ആളുകൾ ചെയ്ത് കണ്ടിട്ടില്ല. എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യണം, പക്ഷെ അതിനായിട്ടുള്ള ഒരു എക്വിപ്മെന്റ്സ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. സോ ഞാൻ പ്രോഗ്രാം ചെയ്ത് ഞാൻ ക്ലാസ് എടുത്ത് അങ്ങനെ ഞാൻ കൂട്ടി വെച്ച് അങ്ങനെ വാങ്ങിച്ച ഇൻസ്ട്രുമെന്റ് ആണിത്. പല പല ജോണേഴ്സ് ഉണ്ട് നമുക്ക്. ജാസ് ഡ്രമ്മിങ് ഉണ്ട്, മെറ്റൽ ഡ്രമ്മിങ് ഉണ്ട്, അങ്ങനെ സാംബ ഉണ്ട്, മാംബോ ഉണ്ട്, അങ്ങനെ സോങ്കോ ഉണ്ട്, അങ്ങനെ ഓരോരോ ജോണേഴ്സ് ഉണ്ട്. ശോഭന മാം കമന്റ് ഇട്ടപ്പോൾ ഞാൻ അറിഞ്ഞില്ല. എന്റെ ഫ്രണ്ട്സ് കണ്ടിട്ടാണ് ഞാൻ അറിയണത്. അനിരുദ്ധ് രവിചന്ദ്രൻ എനിക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോസിൽ. പിന്നെ എം ജി സാർ എന്നെ ഫോളോ ചെയ്തത് പോലും എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ് അങ്ങനെ അറിഞ്ഞ് ഞാൻ പെട്ടെന്ന് ഹാപ്പി ആയി. ബേസിക്കലി പ്രാക്ടീസ് ഉള്ളു വഴി നമുക്കൊരു എത്തണമെങ്കിൽ. ചില ലെജൻസ് പറയാറുണ്ട് നമുക്കൊരു 2000 hours എങ്കിലും വേണം നമ്മളൊരു ഇൻസ്ട്രുമെന്റിൽ സക്സസ് ആവണമെങ്കിൽ. കൗബൽ, സൈലോഫോൺ, ഇടക്ക, ചെണ്ട അങ്ങനെ പറയത്തക്ക കുറേ വാദ്യോപകരണങ്ങൾ വായിക്കുന്ന മൾട്ടി ഇൻസ്ട്രുമെന്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ ടാലന്റ് ക്ലബ്ബിൽ നമ്മളിങ്ങനെ നോക്കണം അല്ലേ. കുറച്ച് ടൈം എടുത്തു എങ്കിൽ ഇപ്പോൾ ഒരു മൈക്കിൾ ജെ ഫ്രാൻസിസിൻ്റെ അടുത്ത്, നമ്മുടെ പ്രിയപ്പെട്ട ജോക്കൂട്ടിൻ്റെ അടുത്തേക്ക് നമ്മൾ ക്ലബ്ബ് FM ടീം ഇപ്പോൾ ഓടിയെത്തിയിരിക്കുകയാണ്. ചെറുപ്പം മുതലേ ആളുകളെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അല്ല, നമുക്ക് സ്റ്റാർട്ടിങ് പോയി തുടങ്ങാം, പഴയ കാലത്തേക്ക് പോവാം. അമ്മേൻ്റെ കുറേ പാത്രങ്ങൾ അടുക്കളയിൽ നിന്ന് കാണാണ്ടാവലുണ്ടായിരുന്നു. അങ്ങനെയാണ് അച്ഛൻ ഒരു ചെറിയ കോങ്കോ എന്താ അത് വായിച്ചു തന്നത് പണ്ട്. അത് നാടോടികളുടെ ഒരു ചെണ്ട ഉണ്ടായിരുന്നു, അതിൽ ഞാനിങ്ങനെ പ്ലേ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് അമ്മേന്റെ പ്രശ്നം പരിഹരിച്ചത്. നമ്മൾ അങ്ങനെ വാങ്ങിച്ച് അതിൽ പ്ലേ ചെയ്യാറുണ്ടായിരുന്നു. ഡ്രംസ് വായിക്കുക എന്നുള്ളതായിരുന്നില്ല പണ്ട്. ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ്, താളം എന്നുള്ളതാണ് പോയത്. ഇപ്പൊ പക്ഷേ ഡ്രംസിലേക്കാണ് കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാംസിൽ മില്യൺസ് അടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് റീൽസ്. ഡ്രം കവേഴ്സിൽ ഐഡിയ അധികം ആളുകൾ ചെയ്ത് കണ്ടിട്ടില്ല. ആക്ച്വലി ഹു ഇൻസ്പയർഡ് യു ഇൻ ദിസ്? എൻ്റെ ഒരു പ്ലാൻ ആയിരുന്നു, ഇൻസ്പയർഡ് അല്ല, എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യണം, പക്ഷെ അതിനായിട്ടുള്ള ഒരു എക്വിപ്മെന്റ്സ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. സോ ഞാൻ പ്രോഗ്രാം ചെയ്ത് ഞാൻ ക്ലാസ് എടുത്ത് അങ്ങനെ ഞാൻ കൂട്ടി വെച്ച് അങ്ങനെ വാങ്ങിച്ച ഇൻസ്ട്രുമെന്റ് ആണിത്. അങ്ങനെ ടെക്നിക്കൽ സൈഡിൽ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് അങ്ങനെ ചെയ്യാൻ തുടങ്ങി. കാലം കൂടിയിട്ടുള്ള ഒരു മിഷൻ അക്കംപ്ലിഷ്മെന്റ് ആണ് നമ്മളിപ്പോ കാണുന്നത്. അതാണ് ഈ റൂം. അതാണ് ഈ റൂം. നമ്മൾ കാണുന്ന ഈ ഒരു ഈശോന്റെ ഫ്രെയിം പ്രത്യേകിച്ച് നമ്മളൊന്ന് നോക്കണം. കാരണം ഒരു റീല് അത് കണ്ടില്ലെങ്കിൽ അത് ചോദിക്കുന്ന ആളുകളുണ്ട് അല്ലേ. പലതരത്തിലാണ് ആൾക്കാർ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നതോ. ചിലപ്പോൾ ചില സ്ലോ പാട്ടുകൾക്ക് നീ എന്തിനാ ഡ്രംസ് വായിച്ചേ എന്നുള്ള കമന്റുകൾ വരും. പക്ഷേ ചില പാട്ടുകൾക്ക് ഇപ്പം MG ശ്രീകുമാർ അടക്കമുള്ള ആളുകൾ അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഒരു മുറേ വന്ന് പാട്ടായാലും ഒക്കെ. അപ്പം അങ്ങനെ ഒരു പെർഫോമൻസിലേക്ക് കടക്കാം. കുറച്ച് പിയാനോസ് ഇട്ടിട്ടുണ്ട്, ഇവിടെ മറ്റു ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, 2 തരത്തിലുള്ള ഡ്രംസ് ഉണ്ട്. ശരിക്കും നമ്മളെ ആദ്യം മുതലേ പഠിപ്പിക്കുന്ന ആൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം ഒന്നുകിൽ അമ്മയാണ് നിങ്ങളെ പാട്ടിൻ്റെ ആ ഒരു ടാലൻറ്റ് തിരിച്ചറിഞ്ഞതും അച്ഛനാണ് അതിന് കരുത്ത് തന്നതും. അതുപോലെ തന്നെയുള്ള ആദ്യകാല ഗുരുക്കളിലേക്ക് വരണം, അങ്ങനെയാണല്ലോ അത്. അപ്പോൾ ഷക്കീർക്കയാണ്, അഫ്സൽ ഇസ്മായിൽ കാക്കയാണ് ആദ്യത്തെ ഗുരു. ഓർമ്മകൾ പങ്കുവെക്കാം. ഞാൻ ബേസിക്കലി ഇങ്ങനെ പാത്രത്തിൽ ഡ്രം ചെയ്യണത് അമ്മക്ക് ഭയങ്കര ഇറിറ്റേറ്റിങ്ങും പിന്നെ പപ്പ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പപ്പ ശ്രദ്ധിച്ചിട്ട് പപ്പ അങ്ങനെയാണ് ഷക്കീർ സാറിനെ വിളിച്ചത്. ഷക്കീർ സാർ ആദ്യം വീട്ടിലോട്ട് വന്നു. പിന്നെ എന്നെ കണ്ടപ്പോൾ ഞാൻ തീരെ കുഞ്ഞായിരുന്നു. സാറ് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ പപ്പ ഒന്ന് പറഞ്ഞു ഒന്ന് വായിച്ച് ഒന്ന് കേട്ട് നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ആ ചെണ്ട, നാടോടികൾ ഉപയോഗിക്കണ ചെണ്ട ഉപയോഗിച്ച് പ്ലേ ചെയ്ത് സാറിനത് ഇഷ്ടപ്പെട്ടിട്ട് സാറ് പറഞ്ഞ് ഞാൻ പഠിപ്പിക്കാം, ഡ്രംസ് വാങ്ങിച്ചോ. അത്രയും കാലം എനിക്ക് ഡ്രംസിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായില്ല.
എനിക്കറിയില്ല. അന്ന് ഫോണും ഇതൊന്നും അത്രയും സോഷ്യൽ മീഡിയ അത്രയൊന്നും ഇല്ലാത്തൊരു ടൈം. അപ്പം അന്ന് ഡ്രംസ് വാങ്ങിച്ചു. പിന്നെ സാറ് ക്ലാസ് എടുത്ത് തുടങ്ങി. സാർ അന്ന് യെസ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിൽക്കണം. എൻ്റെ പപ്പ എപ്പോഴും പറയാറുണ്ട്, സാർ അന്ന് നോ പറഞ്ഞായിരുന്നെങ്കിൽ പിന്നെ ഒരിക്കലും നടക്കൂലായിരുന്നു. അടുത്ത ഇനിഷ്യേറ്റീവ് എടുക്കൂല. ഡ്രംസ്, മൃദംഗം, തബല, ചെണ്ട, ഇടക്ക ഇതൊക്കെ നമുക്കറിയാം കോങ്കോ വരെ. പക്ഷെ വാട്ട് ഇസ് ജംബ? ജംബ എന്ന് പറയുമ്പോൾ ഒരു പെർക്കഷൻ ഇൻസ്ട്രുമെന്റ് ആണ്. ആഫ്രിക്കൻ ഇൻസ്ട്രുമെന്റ് ആണ്. ഹാൻഡ്സ് കൊണ്ട് പ്ലേ ചെയ്യണ ഒരു ഇൻസ്ട്രുമെന്റ്. ഇവിടെ ഉണ്ട് ഈ കൂട്ടത്തില്. ഉണ്ട്. ഓക്കെ. അപ്പം ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ്, അതായത് മൾട്ടി ഇൻസ്ട്രുമെന്റലിസ്റ്റ് ആണ് മനസ്സിലായി. പക്ഷെ ഡ്രംസിലേക്കാണ് നമ്മൾ പിന്നെ കൂടുതൽ ഫോക്കസും വരുന്നത്. സോ ഈ ഒരു ഡ്രംസിലെ അല്ലെങ്കിൽ പഴയ സാർമാരിലേക്ക് പോവുകയാണെങ്കിൽ മൃദംഗം ബാലകൃഷ്ണ കമ്മത്ത് ഗുരുവാണ്. ജെർസൺ ആന്റണിയാണ് ഗിറ്റാറിന്റെ ഗുരു. ജെർസൺ സാറും ലെഫ്റ്റ് ഹാൻഡ് ആയിരുന്നോ? ബിക്കോസ് നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡഡ് ആണ് ഗിറ്റാറിന്റെ കാര്യത്തില്. ജെർസൺ സാർ റൈറ്റ് ഹാൻഡഡ് ആണ്. പിന്നെ ലെഫ്റ്റ് ഹാൻഡഡ് ആയതുകൊണ്ട് ഒരു എന്താ ഒരു വ്യത്യസ്തമായിരിക്കും എന്നുള്ള രീതിയിലാണ് അങ്ങനെ ആക്കിയത്. ലെഫ്റ്റ് ഹാൻഡിലേക്ക് തന്നെ ശീലിച്ചതാണ് നമ്മളെ ഇവരെയൊക്കെ പോലെ, ജിമ്മി കാർട്ടിന്റെ ഒക്കെ പോലെ ശീലിച്ചത്. പക്ഷെ അവരെ പോലല്ല, സ്ട്രിങ് എന്നിട്ട് ഉൾട്ടായിട്ട് തിരിച്ചിടും. ജിമ്മി ഹെൻഡ്രിക്സ് ഒക്കെ അതേപോലെ തന്നെയാണ് വെക്കാറ്. തിരിച്ചു വെച്ചാലും അതേപോലെ. ഇത് തിരിച്ചു വെച്ചിട്ട് അപ്സൈഡ് ഡൗൺ ആക്കി വെച്ചിട്ടുണ്ട് സ്ട്രിങ്. റൈറ്റ് ഹാൻഡഡ് പോലെ തന്നെ തോന്നും. മിക്കവരും അങ്ങനെയാണ്, ചിലവർ അങ്ങനെ തന്നെ വെച്ച് ചെയ്യണവരുണ്ട്. അപ്പൊ ഗുരുക്കന്മാരുടെ പേര് ലിസ്റ്റ് വലുതാണ്. കാരണം കുറെ ഇൻസ്ട്രുമെന്റ്സ് ഒരുപാടുണ്ട്. ആർലോസ് ഡിക്രൂസിന്റെ കീബോർഡ്, തൃപ്പൂണിത്തറ കൃഷ്ണദാസിന്റെ ഇടക്ക, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. പക്ഷെ ജോബി സാറിനെ പോലെ ആവണം എന്ന് പണ്ടൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോബി സാറിനെ പറ്റിയിട്ട്. ജോബി സാർ എന്നാണ് പേര്. സാറ് ലൈക്ക് മോഡേൺ ഡ്രമ്മിങ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട് നമുക്ക്. ഇന്ത്യയിൽ ഓരോ കൺട്രീസിലുണ്ട് ബെസ്റ്റ് ഡ്രമ്മേഴ്സിനെ കാണിക്കണം. അതിൽ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടിരുന്ന ജോബി മാസ്റ്റർ. പുള്ളി ശരിക്കും പ്രൊഫഷണൽ ഡ്രമ്മിങ്ങിൽ ഗ്രേറ്റ് ഡ്രമ്മറാണ്. ശരി. സാർ ബേസിക്കലി ലാറ്റിൻ ഡ്രമ്മിങ്, സാംബ, അങ്ങനത്തെ ഓരോ ഡ്രമ്മിങ് സ്റ്റൈലിൽ കൂടുതൽ ഇതാണ്. അപ്പോൾ എനിക്ക് ഡ്രമ്മിങ്ങിൽ ഇതൊക്കെ പഠിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിട്ടാണ് സാറിൻ്റെ അടുത്ത് പോയത്. ഞാൻ ട്രിവാൻഡ്രം വരെ പോറുന്നു സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ. ക്ലാസ് ഒരു ദിവസം കട്ട് ചെയ്ത് ട്രിവാൻഡ്രം വരെ പോയി. അവിടെ ഫുൾ ഡേ ആ റൂമിൽ തന്നെ ഇരിക്കും. എന്നിട്ട് സാറ് എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യും. സാർ ഓരോ ലെസൺസ് പഠിപ്പിക്കും. അങ്ങനെ പപ്പൻ്റെ കൂടെ ഉണ്ടാവും. പപ്പ സൈഡിൽ നിന്ന് എല്ലാം കണ്ടിരിക്കണായിരിക്കും. എനിക്ക് തോന്നുന്നു 2013 മറ്റോ ആർട്ടിക്കിളുണ്ട് ലാറ്റിൻ ഡ്രമ്മിങ് താളം, ഡിഫറെന്റ് താളം പഠിക്കുകയാണ്. നമുക്ക് അറിയുന്ന കുറച്ച് താളങ്ങളുണ്ട്. നമ്മൾ കൂടെ ഉള്ള സുന്ദരമായിട്ട് നമ്മൾ വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് അറിയാം 3/8/4/4 എന്നൊക്കെ പറഞ്ഞില്ല നോർമൽ. അതല്ലാണ്ട് ഓഫ് ബീറ്റിൽ വരുന്ന താളങ്ങളെയാണ് ലാറ്റിൻ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നത്. ലാറ്റിൻ എന്ന് പറയുമ്പോൾ പല പല ജോണേഴ്സ് ഉണ്ട് നമുക്ക്. ജാസ് ഡ്രമ്മിങ് ഉണ്ട്, മെറ്റൽ ഡ്രമ്മിങ് ഉണ്ട്, അങ്ങനെ സാംബ ഉണ്ട്, മാംബോ ഉണ്ട്, അങ്ങനെ സോങ്കോ ഉണ്ട്. അങ്ങനെ ഓരോരോ ജോണേഴ്സ് ഉണ്ട്. അതിൽ സോങ്കോ, സാംബ ഇതെല്ലാം ലാറ്റിൻ ജോണറിൽ പെടും. ലാറ്റിൻ ഡ്രമ്മിങ് ആണ് ഞാൻ അന്ന്. ലാറ്റിൻ ജോണറിലെ 2 താളം കാണിച്ചു തരാം. വായിക്കാം. അതിശയമാണ് ജോ കുട്ടൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ പ്രത്യേകിച്ചിട്ടും. കാരണം ഒരുപാട് ലെജൻസിൻ്റെ കൂടെ ചെറുപ്പം മുതലേ എങ്ങനെയെങ്കിലുമൊക്കെ ഭാഗമായിട്ടുണ്ട് മ്യൂസിക്കിൽ. 13AD ബാൻഡ് കൊച്ചിനെ ഇളക്കി മറിച്ച ആ ബാൻഡിനുമായിട്ട് നിങ്ങളെ ബന്ധം? 13AD ബാൻഡ് ഞാൻ കുഞ്ഞിലെ അതിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന സെറിന എന്ന് പറഞ്ഞൊരു മാം ഉണ്ട്. മാമിൻ്റെ കൂടെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കുഞ്ഞിലെ. ഋതമായിരുന്നോ? ഡ്രംസ് തന്നെയായിരുന്നു. ഡ്രംസ് തന്നെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായി ഒരു ചെറിയൊരു ഷോയിന്. ജെറി അമൽദേവ് ആൻഡ് യു. ജെറി സാറിനെ ഞാൻ കണ്ടുമുട്ടുന്നത് ചാർട്ടർ എന്ന് പറഞ്ഞ സ്കൂളുണ്ട്. അതിൻ്റെ ഒരു ഇനോഗ്രേഷന് അവരുടെ സ്കൂൾ ആന്തം കമ്പോസ് ചെയ്ത ജെറി അമൽദേവ് സാറാണ്. അപ്പം അന്ന് എനിക്ക് സാറിനെ പറ്റി അറിയില്ല. അവിടെ പോയി എൻ്റെ പാപ്പ എപ്പോഴും പറയും വൺ ഓഫ് ദി ഗ്രേറ്റ് മ്യൂസീഷ്യൻസ് മലയാളത്തിലെ. സാറിൻ്റെ ഇപ്പോൾ ഒരു മൂവിയിലാണെങ്കിൽ ആ മൂവിയിൽ ചെയ്യണ എല്ലാ സോങ്സും ഹിറ്റായിരിക്കും. സോ അങ്ങനെ സാറിൻ്റെ മുമ്പിൽ പെർഫോം ചെയ്ത് സാറിന് ഈ ഡ്രമ്മിങ്, സാറിന് ശരിക്കും ഉതുക്കി വായിക്കണ ഡ്രമ്മിങ് ഇഷ്ടം. അപ്പോൾ അത് പ്ലേ ചെയ്തപ്പോൾ സാറിന് ഇഷ്ടപ്പെട്ട്. എനിക്ക് പപ്പ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടായി പുള്ളി ഇതായിരിക്കും താല്പര്യം. അപ്പം ഞാൻ ഉതുക്കി വായിച്ച് ഇഷ്ടപ്പെട്ട്. അതിനുശേഷം 2 വർഷത്തിന് ശേഷം സാറിൻ്റെ ഒരു ട്രൂപ്പ് ഉണ്ട്, സിംഗ് ഇന്ത്യ വിത്ത് ജെറി അമൽദേവ് എന്ന് പറഞ്ഞാൽ. ആ ഫൗണ്ടേഷനിൽ സാറിൻ്റെ കൂടെ ഒന്ന് പെർഫോം ചെയ്യാൻ ഇടയ്ക്ക് വരിക, പെർഫോം ചെയ്യുക, അതിനുവേണ്ടി വിളിച്ച്. പിന്നെ ഞാൻ അവിടെ പോയി അവിടെ വർക്ക് ചെയ്ത് അവരുടെ കൂടെ പ്രോഗ്രാംസിനൊക്കെ ആ ടീമിൻ്റെ കൂടെ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ഷോ JT പാക്കിൽ ഉണ്ടായിരുന്നു. അതിൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ കറൻ്റ്ലി
മ്യൂസിക് പഠിപ്പിക്കുന്നത് എനിക്കറിയാം, അത് ഇൻസ്ട്രുമെന്റ്സ് കുട്ടികളെ പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് വാട്ട് ആർ യു ഡൂയിങ്? പഠിക്കാനോ? ഞാൻ തേവര സേക്രഡ് ഹാർട്ട്സ് കോളേജിൽ PG ചെയ്യുന്നു, മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം. ഓ, ഞങ്ങളുടെ വഴിക്ക് ഒരാളാണ്. ഓക്കെ. ARR സ്വപ്നം 2016 ഒരു ഇന്റർവ്യൂവിലോ മറ്റോ ARRന്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം നെഗോഷിയേറ്റ് ചെയ്തു? ആ സ്വപ്നം വഴിയിൽ ഉപേക്ഷിച്ചോ, അല്ലെങ്കിൽ ഇതേപോലെ മാസ്റ്റർ പ്ലാൻ ആണോ അത്? ഒരുപാട് ലെജൻസിലൂടെ വർക്ക് ചെയ്യണമുണ്ട്, എക്സ്പെഷ്യലി AR റഹ്മാൻ സാർ കൂടെ എനിക്ക് കുഞ്ഞിലോട്ട് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. വരും എന്ന് വിശ്വസിക്കുന്നു ഒരു നാൾ. AR റഹ്മാൻ സാറിന്റെ ഒരു പാട്ട് വായിച്ചേൽപ്പിക്കാം. ഒരു സെലിബ്രിറ്റിയാണ്, ആളുകളെല്ലാം തപ്പിത്തെരഞ്ഞ് കണ്ടുപിടിക്കുന്നുണ്ട് വീഡിയോസ്. എങ്ങനെയാണ് അതിന്റെ ക്രിട്ടിസസത്തിനെ എങ്ങനെ നോക്കി കാണുന്നു? ബേസിക്കലി ക്രിറ്റിസിസം എല്ലാം വായിക്കും, കമന്റ്സ് എല്ലാം വായിക്കും. പക്ഷെ കൂടുതൽ അത് അധികം ഫോളോ ചെയ്യാണ്ട് ഞാൻ എൻ്റെ രീതിയിൽ എൻ്റെ ഐഡന്റിറ്റി തന്നെ ഞാൻ കീപ്പ് ചെയ്ത് പോകും. ചിലവർ ഓരോന്ന് പറയും, അത് നോക്കാറില്ല. ചിലത് വിഷമാവാറില്ല. അത് എന്നെക്കാൾ ഒരുപാട് പേര് അത് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ എനിക്കറിയാം, അത് നോക്കാറില്ല. നല്ല കമന്റ്സ് ഒക്കെ ആണെങ്കിൽ ഞാൻ അത് സ്വീകരിക്കും, അല്ലാത്ത ഞാൻ നോക്കാറില്ല. ഇതുപോലെ നമ്മുടെ ഇപ്പോൾ MG ചേട്ടൻ കമന്റ് അടിക്കുന്നത്, MG ശ്രീകുമാർ കമന്റ് വരുന്നു, അല്ലെങ്കിൽ ശോഭന പറയുന്നു, അങ്ങനെ ആരെങ്കിലും ഒക്കെ അങ്ങനെ അതിശയിപ്പിച്ചിട്ടുള്ള ഒരു കമന്റ്? ഒരുപാട് സെലിബ്രിറ്റീസ് കമന്റ് ഇടുമ്പോൾ തന്നെ എനിക്ക് ശോഭന മാം കമന്റ് ഇട്ടപ്പോൾ ഞാൻ അറിഞ്ഞില്ല. ഞാൻ കുറെ ഫീഡ് കിടക്കണം, ഞാൻ അറിഞ്ഞില്ല. എൻ്റെ ഫ്രണ്ട്സ് കണ്ടിട്ടാണ് ഞാൻ അറിയണത്. ഞാൻ കമന്റ്സ് നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കണ്ടപ്പോൾ ഞാൻ പിന്നെ അനിരുദ്ധ് രവിചന്ദ്രൻ എനിക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോസിൽ. പിന്നെ MG സാർ എന്നെ ഫോളോ ചെയ്തത് പോലും എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ്, അങ്ങനെ അറിഞ്ഞ് ഞാൻ പെട്ടെന്ന് ഹാപ്പി ആയി. ഓക്കെ, അനിരുദ്ധിന്റെ ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഒരു ഡ്രം? പാട്ടുകൾ ചിലപ്പോൾ നമുക്ക് ഡ്രംസ് നമ്മുടെ സ്വപ്നത്തിൽ പോലും കരുതുന്നുണ്ടാവില്ല. ബട്ട് വെൻ യു ഡു ഇറ്റ്, ചിലപ്പോൾ എന്നെ പോലുള്ള ആളുകൾക്ക് ഇഷ്ടമുണ്ടാവും, ചിലവർക്ക് അത് എടുക്കാൻ പറ്റില്ല. പക്ഷെ എങ്ങനെയാണ്, ഏത് പാട്ടാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ള സെലക്ഷൻ നടക്കണേ? ബേസിക്കലി ഞാൻ വേഴ്സ്റ്റൈൽ ഡ്രമ്മിങ് എനിക്ക് താല്പര്യം, ഒന്നിൽ തന്നെ നിൽക്കണം എന്നൊന്നും എനിക്കില്ല. എല്ലാ ജോണേഴ്സും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ ഒരു കംഫർട്ടിൽ വേണ്ടിയാണ് ഞാൻ റീൽ ഇടണത്. അങ്ങനെ എനിക്കൊന്നുമില്ല. പിന്നെ കമന്റ്സ് വരും, ഇതിന് സ്പീഡില്ല, ഇത് സ്ലോ ആണ്, മൈൻഡ് ചെയ്യാറില്ല. എന്തായാലും ആത്മസന്തോഷം, സംതൃപ്തി തരുന്ന പോലെ തന്നെയാണ് ചെയ്തു പോണത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ. ഓക്കെ, എന്നാൽ എന്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടി നമുക്കൊരു പാട്ട് ട്രൈ ചെയ്യാം. ആത്മാവിൻ തളികയിലെങ്ങും നല്ല പാതി മലരാവാൻ മഴമേഘത്തലമുടിയോടെ എന്നെ ഒന്ന് പുണരാനായി നിറമാടും മാറിവില്ലേ അരികിലോ നീയല്ലേ നീയല്ലേ മായാതെ നീളാ നീളാ മെഴിയേ നീളാ നീളാ മൊഴി നീളാ നീളാ
ഒരു പാട്ടായിരിക്കും, ചിലപ്പോൾ ഓർമ്മയിൽ അങ്ങേ അറ്റത്ത് എവിടെയെങ്കിലും എടുത്തു വെച്ചതായിരിക്കും. കറക്റ്റ് അത് തന്നെ എങ്ങനെ പിക്ക് ചെയ്ത് റീൽസിലേക്ക് കൊണ്ടുവരണം? ഞാൻ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓരോ റീൽസ് വരും, അങ്ങനെ ആ പാട്ട് കേൾക്കും. അല്ലെങ്കിൽ സ്പോട്ടിഫൈ എടുക്കുമ്പോൾ ചിലപ്പോൾ കേൾക്കും. അങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഐഡിയാസ് വരും. ചിലപ്പോൾ ഒരു പാട്ടിൽ നിന്ന് വേറെ പാട്ട് കണക്ട് ആവും. പെട്ടെന്ന് ഐഡിയാസ് വരുമ്പോൾ അതിലെ പോർഷൻ ആലോചിച്ച് ഓഡിയൻസിന് എങ്ങനെ കണക്ട് ആവുന്ന നോക്കി അങ്ങനെ ആ പോർഷൻ സെലക്ട് ചെയ്യും. സ്റ്റുഡൻസ് സാറിന്റെ ഡ്രംസിലാണോ അല്ലെങ്കിൽ പിയാനോയിലാണോ, എന്തിലാണ് സ്റ്റുഡൻസ് എല്ലാവരും ഫ്ലോൺ ആയിട്ടുള്ളത്? അല്ലെങ്കിൽ ഇതുപോലെ പണ്ട് എനിക്ക് ജിയോബോയ് സാറിന്റെ മാതിരി ആവണം എന്ന് പറയുന്നുണ്ടായിരുന്നു അല്ലേ, അതുപോലെ സാറിന്റെ മാതിരി ആവണം എന്ന് വീട്ടിൽ പറയാൻ തുടങ്ങിയ? ഇല്ല, ഞാനിപ്പോ ബേസിക്കലി ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കാറ്. ഇപ്പൊ ഓഫ്ലൈൻ എടുക്കാറില്ല, ടൈം കോളേജ് പഠിക്കാനുള്ളതുകൊണ്ടും. അപ്പൊ ബേസിക് കുറച്ച് പിള്ളേർ എടുക്കാറ്. അങ്ങനെ ലണ്ടൻ ട്രിനിറ്റി കോളേജ് ഞാൻ 8th ഗ്രേഡ് ഹോൾഡർ ആണ്. പിയാനോയിലും ഡ്രംസിലും അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെയാണ്. ഡിസ്റ്റന്റ് ആയിട്ട് തന്നെ എടുത്താണ്? ഡിസ്റ്റന്റ് ആയിട്ടല്ല, നമുക്ക് ഓരോ ടീച്ചേഴ്സിന്റെ അടുത്ത് പോയിട്ടുണ്ട്. ഇപ്പൊ ഡ്രംസ് ആണെങ്കിൽ ഡേവിഡ് സാർ എന്ന് പറഞ്ഞ സാറുണ്ട് കാക്കനാടിലുള്ള, സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഡ്രംസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ പിയാനോ ആണെങ്കിൽ ശശി എന്ന് പറഞ്ഞൊരു സാറുണ്ട് തൃപ്പൂണിത്തറ, സാറിന്റെ അടുത്ത് പോയി 8th ഗ്രേഡ് എടുത്തിട്ടുണ്ട്. ശിവമണി ശരിക്കും നിങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിൽ, അല്ലെങ്കിൽ പഠിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ ഒരാളുണ്ടല്ലേ എന്ന് അതിശയിച്ചതാണ്? എനിക്ക് കുഞ്ഞിൽ എനിക്ക് ആകെ ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഡ്രമ്മറാണ് ശിവമണി സാർ. ഇപ്പൊ കുഞ്ഞിൽ ഞാൻ എപ്പോഴും സാറിന്റെ ഡ്രമ്മിങ് ഫോളോ ചെയ്യാറുണ്ട്. അതനുസരിച്ച് എനിക്ക് ബേസിക്കലി സാർ ഓഡിയൻസിന് ഇന്ററാക്ട് ചെയ്യണതും കയ്യിലെടുക്കണതും സപ്പോർട്ട് ചെയ്യണതും ഭയങ്കര ഇഷ്ടമാണ്. അത് സാർ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. നമ്മളിപ്പോ AI ഒരു ഇടിച്ചുകയറ്റുള്ള കാലഘട്ടമാണ്. പാട്ടാണെങ്കിൽ വരികൾ കൊടുത്താൽ AI ഇംഗ്ലീഷ് സ്റ്റൈലിലോ അല്ലെങ്കിൽ വെസ്റ്റേൺ അല്ല ഏത് സ്റ്റൈലാണെങ്കിലും പാടും. പാട്ടുകാരുടെ വോയിസും ഏകദേശം ഇപ്പോൾ ഡബ്സിൻ്റെ ഒക്കെ വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ AI പാടി കളയുന്നുണ്ട്. സോ ഇങ്ങനൊരു ടെക്നോളജി വളർന്നിരുന്നൊരു സിറ്റുവേഷൻ ആണ്. ഇവിടെ ഇപ്പോൾ നൃത്തമാണെങ്കിലും പ്രോഗ്രാമിംഗ് ആയിട്ട് അങ്ങോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ലൈവ് പെർക്കഷനിസ്റ്റുകൾ അല്ലെങ്കിൽ നല്ല ടാലൻറ്റ് ഈ നൃത്തത്തിൽ ബേസിക്കലി നൃത്തമായിട്ടെല്ലാം മോഡുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇതൊരു ചലഞ്ചല്ലേ, അതെങ്ങനെ ഓവർകം ചെയ്യും? ബേസിക്കലി അതൊരു ചലഞ്ചാണ്. എനിക്ക് പറയാനുള്ളത് അത് നല്ല രീതിയിൽ യൂസ് ചെയ്യണം. കാരണം ഇപ്പോൾ ഡ്രംസ് വായിക്കുമ്പോൾ ചില റിതം, ഇപ്പോൾ ചെണ്ട അതൊക്കെ ആവശ്യം വരുമ്പോൾ നമ്മൾ ഫീഡ് ചെയ്ത് വെക്കും. അപ്പം അത് നല്ല രീതിക്ക് വേണ്ടി യൂസ് ചെയ്യണം, അല്ലാണ്ട് ഫുൾ അതിൽ തന്നെ വെച്ച്. ഇപ്പോൾ ചിലർ പറയാറുണ്ട് AI ഹ്യൂമൻസിനെ കവർ ചെയ്ത് വരും. ബേസിക്കലി AI നമ്മൾ ഉപയോഗിക്കാൻ പഠിച്ചാൽ അത് ഭാവിയിൽ നല്ല രീതിയിൽ ഉപയോഗപ്പെടും. ലൈവ് പെർഫോമൻസിന് AI വന്ന് വായിക്കാൻ പറ്റില്ലല്ലോ. ചിലപ്പോ പറ്റാം, പക്ഷെ നമ്മൾ AI തന്നെ ഫുൾ AI കൊണ്ട് കവർ ചെയ്യാൻ സമീപിക്കാണ്ട് നമ്മൾ മാക്സിമം AI ഉപയോഗിക്കാൻ പഠിക്കണം നല്ല രീതിയിൽ. അതാണ് പോയിന്റ്. AI നമ്മളെയല്ല, നമ്മൾ AI യൂസ് ചെയ്യാൻ പഠിക്കണം. ഇപ്പൊ എനിക്ക് അതായത് സാധാരണക്കാരൻ ഡ്രംസ് പഠിക്കണം, എന്തൊക്കെയാണ് നമ്മൾ മുമ്പ് കണ്ട ചാലഞ്ച്? എപ്പോഴായിരിക്കും നമുക്ക് പഠിക്കാനുള്ള എന്താ സൗകര്യം നിങ്ങൾ ചെയ്യേണ്ടത്? ഇപ്പൊ ആദ്യം ബേസിക്കലി ഡ്രംസ് പഠിക്കണമെങ്കിൽ ആ ഇൻസ്ട്രുമെന്റ് വാങ്ങിക്കണം. അത് ബേസിക്കലി എക്സ്പെൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും ഇപ്പൊ എനിക്ക് ക്ലാസ്സിൽ എടുക്കുന്ന പിള്ളേരാണെങ്കിൽ ആദ്യം തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പിന്നെ പയ്യെ ഇൻട്രസ്റ്റ് പോകും. പിന്നെ പാരന്റ്സ് പുഷ് ചെയ്തിട്ടാ വരുന്നത്. അതാണ് എല്ലാവർക്കും അതാണ്. ബേസിക്കലി പ്രാക്ടീസ് ഉള്ളൂ വഴി. നമുക്കൊരു ഇത് എത്തണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ശരിക്കും ചെയ്യണം. കാരണം ഇപ്പോൾ ചില ലെജൻസ് പറയാറുണ്ട് നമുക്കൊരു 2000 hours എങ്കിലും വേണം നമ്മളൊരു ഇൻസ്ട്രുമെന്റിൽ സക്സസ് ആവണമെങ്കിൽ. അങ്ങനെയല്ല, നമുക്ക് കിട്ടുന്ന ടൈമിൽ ആ ഫോക്കസ് കൊടുത്ത് പ്രാക്ടീസ് ചെയ്താൽ ഇത് എത്തും. പണ്ട് മുതലേ നിങ്ങൾ കാണിക്കുന്നത് അതാണല്ലോ, ഹാർഡ് വർക്കും ഡെഡിക്കേഷനും അല്ലേ? അതിൻ്റെയാണ് പഴയ ആർട്ടിക്കിളുകളാണെങ്കിലും അല്ലെങ്കിൽ റീക്യാപ്ചർ കമന്റുകളാണെങ്കിലും ഒക്കെ അതാ വരുന്നത്. ഈ പറഞ്ഞ ഡെഡിക്കേഷൻ, അതുപോലെ തന്നെ നമുക്കത് വേണം ഭയങ്കര ആഗ്രഹം, പാരന്റ് സപ്പോർട്ടും ഡെഡിക്കേഷൻ. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ലെറ്റ്സ് സീ കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ അതിശയകരമായിട്ട് തന്നെ നടക്കുന്നത് പോലെ വലിയ ബിഗ് ബാങ് ഐഡിയാസ് ഉണ്ടെന്ന് എനിക്ക് കണ്ണിൽ നോക്കുമ്പോൾ തന്നെ അറിയാം. ഓക്കെ, അത് ഞാനിവിടെ പൊളിക്കണില്ല, കുഴപ്പമില്ല. എന്തായാലും അങ്ങനെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാൻ തന്നെ ഇടവരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യാനും ചിലപ്പോൾ ചെറുപ്പം മുതലേ തന്നെ ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റേഷൻ എന്നുള്ള രീതിയിൽ പിക്ക് പഴയ പോലല്ല. ഇപ്പൊ ആളുകൾക്ക് പാരന്റ്സിന് പ്രത്യേകിച്ചിട്ട് കുട്ടികൾക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ അത് ബൂസ്റ്റ് ചെയ്യാനുള്ള നല്ല താല്പര്യമുണ്ട്. അപ്പം ഒരുപാട് ആളുകളിലേക്ക് സംഗീതം പകരാൻ പറ്റട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കാറ്. സീ യു സൂൺ. താങ്ക് യു.